തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഒരു മീൻകറിയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂണാണ് ഇടുന്നത്. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളിയിൽ ഒരു 6 എണ്ണമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഉള്ളി വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ 4 പച്ചമുളക് കീറി വെച്ചേക്കുന്ന ആഡ് ചെയ്യാം. ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞു വെച്ചേക്കുന്ന അതുകൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യമായ പൊടികൾ ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ഒരു 2.5 ടീസ്പൂൺ അളവിൽ വേണം. എരി വേണ്ടവർക്ക് എരിയും മുളകും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. കൊടംപുളി ഒരു 3 പീസാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ബാക്കിയുള്ള ആ കൊടംപുളിയും വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മുറി തേങ്ങയുടെ 1/4 ഭാഗത്തോളമാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് എടുത്തിരിക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിരിയാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതുകൊണ്ട് പിരിയാതിരിക്കും. ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന വെള്ളക്കോരയാണ്. ഒരു വെള്ളക്കോര, അത് സ്കിന്നും പിന്നെ മുള്ളും കളഞ്ഞ് പീസുകളാക്കി വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേകാൻ വിടാം. അടപ്പ് മാറ്റി ഒന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കുറച്ച് ഉപ്പും കൂടെ വേണം. ഇത്രയും ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നു. ഒന്ന് ചുറ്റിക്കറക്കി വെക്കാം. മൺചട്ടിയിലായതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്യണം. അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ പറ്റും. ഈ കറിവേപ്പില ആഡ് ചെയ്യാം.
എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തേങ്ങാപ്പാൽ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്.